ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി ഇഫാ ചിക്കനാണ്. ഇഫാ ചിക്കൻ്റെ ട്രെൻഡൊക്കെ വന്നു പോയി, എന്നാലും നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഏതൊരു റെസിപ്പിയും ട്രെൻഡ് വന്നു പോയാലും നമ്മൾ എന്ന് വീട്ടിലുണ്ടാക്കണോ അന്നാണ് നമ്മുടെ ട്രെൻഡ് അല്ലേ. ക്രീമി ടെക്സ്ചറുള്ള റെസിപ്പിയാണ്. ക്രീമി ടെക്സ്ചർ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ റെസിപ്പി ഇഷ്ടപ്പെടുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഞാൻ അതേപോലെ ചിക്കൻ്റെ തുട പീസും ലെഗ് പീസും ചേർന്ന 2 പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ചിക്കൻ എടുത്തതിന് ശേഷം അതേപോലെ ഫോർക്ക് വെച്ച് എല്ലാവിടെയും ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലകളൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാൻ ഇതൊക്കെയാണ് വേണ്ടത്. 1 ടീസ്പൂൺ എന്ന അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ എന്ന അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ എന്ന അളവിൽ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടീസ്പൂൺ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പപ്പൊടിയും കൂടിയാണ്. 1/2 ടീസ്പൂൺ എന്ന അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തി കൊടുത്ത് എല്ലാവിടെയും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച ചിക്കൻ നമുക്ക് ഇനി 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നല്ല ചിക്കൻ സോഫ്റ്റായി കിട്ടും ചെയ്യും, നന്നായി മസാലയൊക്കെ പിടിച്ചോളും. 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അൽഫാമൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് OTGയിൽ ഒരു പുഴുങ്ങിയ ടെക്സ്ചറിലാണ് കിട്ടുക. അതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിൽ വെച്ച് ചൂടാക്കി ഒന്ന് മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് OTGയിലാണ് വെച്ച് ചെയ്തെടുക്കുന്നത്. പ്രസ്റ്റീജിൻ്റെ OTG ആയതുകൊണ്ട് 200-ലും 1 മണിക്കൂർ ഞാൻ വെച്ചു. അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ ഡ്രൈ ആവാത്ത രീതിയിൽ തന്നെ ചിക്കൻ വെന്തിട്ടിരിക്കുന്നത്, നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടിരിക്കുന്നത്. ഇഫാ ചിക്കൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാൻ ഒരു ക്രീമി ടെക്സ്ചറുള്ള ക്രീം തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. ഇനി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മഞ്ഞക്കരി മാറ്റിയതിന് ശേഷം വെള്ള ഭാഗം മാത്രം എടുക്കുക. 4 പീസ് അതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ എന്നുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ബോട്ടിലിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ 1/2 ലിറ്റർ പാലിൻ്റെ 4/1 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിൻ്റെ പകരം നമുക്ക് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ എന്ന അളവിൽ ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളുപ്പ് ചേർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. 2-3 മിനിറ്റ് ഇതേപോലെ നിർത്തി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. ഇനി ഈ ക്രീമിലേക്ക് ഞാൻ മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഒരു 6-7 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ നല്ല തിക്കായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ ക്രീം മാറ്റി വെച്ചതിന് ശേഷം നല്ല ഇരുമ്പിൻ്റെ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 50 ഗ്രാമിൻ്റെ പകുതി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് OTGയിൽ വേവിച്ചെടുത്ത ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. OTGയിൽ വേവിച്ചെടുത്താൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് ഇഫാ ചിക്കൻ്റെ അതേ ടേസ്റ്റ് കിട്ടുള്ളൂ. OTG ഇല്ലാത്തവർ നമുക്ക് ഇതേപോലെ ചട്ടിയിൽ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ക്രീമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്രീം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലാകുമ്പോൾ നമുക്ക് കുറച്ച് ക്ഷമയോടെ ചെയ്യണം, തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. OTGയിലാകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ OTGയിൽ അങ്ങനെ ചെയ്തെടുത്തത്. എല്ലാവരിലൊന്നും ഞാൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. പാസ്ത സീസണിങ് പൗഡറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറായിരിക്കും. ക്രീമി ടെക്സ്ചറിലാണല്ലോ നമ്മൾ പാസ്ത ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഇതിൽ ഞാൻ ചേർത്തി കൊടുത്തപ്പോൾ വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ ടേസ്റ്റായിരുന്നു. പാസ്ത സീസണിങ് പൗഡർ ചേർത്തി കൊടുക്കണ കാരണമാണ് ഞാൻ ക്രീം അടിക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്തിയില്ല. സീസണിങ് പൗഡർ ഇല്ലാത്തവർ നമുക്ക് ക്രീം അടിക്കുന്ന സമയത്ത് 3-4 വെളുത്തുള്ളി അല്ലി ചേർത്തി കൊടുത്ത് നന്നായി അടിച്ചെടുത്താൽ മതി. ക്രീമി പാസ്ത അതേപോലെ ക്രീമി ടെക്സ്ചറിലൊക്കെ കഴിക്കണവർക്ക് ഈ റെസിപ്പി വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾക്കായും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോസ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.